ഹായ്, എല്ലാവർക്കും നമസ്കാരം. എന്തൊക്കെയാണ് വിശേഷം? അടിപൊളിയല്ലേ? അപ്പോൾ ഞാൻ കുറച്ച് ദിവസമായി വീഡിയോസ് ഇട്ടിട്ട് എനിക്ക് ത്രോട്ടിൽ കുറച്ച് ചെറിയൊരു ഇൻഫെക്ഷനൊക്കെ ആയിട്ട് കുറച്ച് റെസ്റ്റ് എടുത്തായിരുന്നു. അപ്പോൾ നമുക്ക് ഇന്ന് ഏത് പാട്ടാണ് പഠിക്കുന്നതെന്ന് അറിയാലോ. എന്നെ കണ്ടപ്പോൾ തന്നെ മനസ്സിലായിട്ടുണ്ടാവും അല്ലേ? നമുക്ക് വിഷുവിന് പാടാനായിട്ട് നല്ലൊരു പാട്ട് പഠിക്കാം കേട്ടോ. ഈ പാട്ട് കുറേ പേര് റിക്വസ്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പം ഞാൻ വിചാരിച്ചു വിഷു അല്ലേ വരുന്നത്, ആ സമയത്ത് നമുക്ക് ഈ പാട്ട് പഠിക്കാമെന്ന് വിചാരിച്ചു. നല്ലൊരു പാട്ടാണ്, മനോഹരമായിട്ടുള്ള ഉണ്ണിക്കണ്ണൻ്റെ ഒരു പാട്ടാണ്. അപ്പോൾ ഈ പാട്ട് നമുക്ക് പഠിക്കാം കേട്ടോ. ഏതാണെന്ന് മനസ്സിലായോ? എന്താണു നിന്നോടിരക്കേണ്ടു ഞാൻ. ഈ പാട്ടിൻ്റെ വരികൾ ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കാം കേട്ടോ. ഇതിൻ്റെ എല്ലാ ഡീറ്റെയിൽസും ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിട്ടുണ്ട്. നോക്കണേ, നിങ്ങളിത് പാട്ട് എഴുതിയെടുക്കണേ, എഴുതിയെടുത്ത് പഠിക്കണം കേട്ടോ, എന്നാലേ നന്നായിട്ട് പഠിക്കാൻ പറ്റുള്ളൂ. ഓക്കെ, അപ്പോൾ നമുക്ക് പാട്ടിൻ്റെ പല്ലവി നോക്കാം. അതിൻ്റെ മുന്നേ എല്ലാവർക്കും നേരത്തെ തന്നെ ഞാൻ എൻ്റെ വിഷു ആശംസകൾ നേരുകയാണ് കേട്ടോ. എല്ലാവരും സന്തോഷമായിരിക്കുക, നല്ല നല്ല പാട്ടുകളൊക്കെ പഠിക്കുക, വിഷുവിന് നന്നായിട്ട് പാടണേ. ഓക്കെ, അപ്പോൾ നോക്കൂ പല്ലവി. അപ്പോൾ പല്ലവിയിൽ ആദ്യത്തെ രണ്ടുപേരും നോക്കിക്കേ. എന്താണു നിന്നോടിരക്കേണ്ടു ഞാൻ, എനിക്കെന്താണു വേണ്ടതെന്നറിയാത്തതോ എന്നാണ്. അപ്പോൾ നോക്കിക്കേ, എന്താണു, ഞാൻ പറഞ്ഞില്ല രാഗത്തിൻ്റെ ആ ഒരു സ്വഭാവം അവിടെ കറക്റ്റ് വരുന്നുണ്ട്. എന്താണു, എന്താ കണ്ടോ, എന്താണു നിന്നോ, അവിടെ ഓരോന്നും ഒന്ന് പുഷ് ചെയ്ത് കൊടുക്കണം. നിന്നോടിരക്കേണ്ടു, നിന്നോടിരക്കേണ്ടു, കേണ്ടു എന്നാണ്. നിന്നോടിരക്കേണ്ടു ഞാൻ, എനിക്കെന്താണു, എനിക്കെന്താണു, എന്താണു എന്നാണ്. വേണ്ടതെന്നറിയാത്തതോ എന്നാണ്. വേണ്ടതെന്നറിയാത്തതോ, വേണ്ടതെന്നറിയാത്തതോ തതോ എന്നാണ്. ഭാവാൻ എന്താണു, മനസ്സിലായോ? ഭാവാൻ എന്താണു നിന്നോടിരക്കേണ്ടു ഞാൻ, എനിക്കെന്താണു വേണ്ടതെന്നറിയാത്തതോ. അടുത്തത് ഇനി, പിന്നെ ഭവാൻ പറയുന്നില്ല, പിന്നെ ഇനിയാണ് വരുന്നത്. ഇനി, ഓക്കെ, ഇനി എന്താകിലും എന്നാ വരുന്നത്. ഇനി എന്താകിലും, ഇനി എന്താകിലും. ക്ലിയർ? നിൻഹിതം പോലെ, നിൻഹിതം, നിൻഹിതം പോലെ, നിൻഹിതം പോലെയല്ലാതെ, യല്ലാതെ എന്നെടുക്കണം. എന്താണു സാധ്യമീ പാരിലഹോ എന്നാ വരുന്നത്. എന്താണു, എന്താണു സാധ്യമീ, സാധ്യമീ പാരിലഹോ, പാരിലഹോ എന്നാണ് വരുന്നത് കേട്ടോ. നോക്കിക്കേ ആ വരികൾ. അപ്പം നിങ്ങളൊരു കാര്യം കൂടി ശ്രദ്ധിക്കുക. എന്താണു, അവിടെ ആ രണ്ട് വരിയിൽ രണ്ടാമത് പാടുന്ന സമയത്ത് ചെറിയൊരു വ്യത്യാസം വരുന്നുണ്ട്. അതായത് എന്താണു നിന്നോടിരക്കേണ്ടു ഞാൻ എന്നെടുക്കുന്നുണ്ട് കേട്ടോ. ആദ്യം പാടുന്നത് എന്താണു നിന്നോടിരക്കേണ്ടു ഞാൻ എന്നാണ് ആദ്യം നമ്മൾ പാടുന്നത്. അങ്ങനെ ചെറിയൊരു വ്യത്യാസം അവിടെ ഉണ്ട് കേട്ടോ. അപ്പോൾ ആ വരികളൊന്ന് മുഴുവനായിട്ട് നോക്കിക്കേ.
എന്താണു നിന്നോടിരക്കേണ്ടു ഞാൻ, എനിക്കെന്താണു വേണ്ടതെന്നറിയാത്തതോ ഭവാൻ. എന്താണു നിന്നോടിരക്കേണ്ടു ഞാൻ, എനിക്കെന്താണു വേണ്ടതെന്നറിയാത്തതോ. ഇനി എന്താകിലും നിൻഹിതം പോലെയല്ലാതെ എന്താണു സാധ്യമേ പാരിലഹോ. ഇനി എന്താകിലും നിൻഹിതം പോലെയല്ലാതെ എന്താണു സാധ്യമേ പാരിലഹോ. അങ്ങനെയാണ്. അപ്പം ഞാൻ പറഞ്ഞല്ലോ, എൻ്റെ തൊണ്ടയ്ക്ക് ചെറിയ ഒരു പ്രശ്നമുണ്ട് കേട്ടോ, എന്നാലും ഞാൻ അഡ്ജസ്റ്റ് ചെയ്ത് പാടിത്തരാം. ഓക്കെ, ഇനി അടുത്ത വരി നോക്കിക്കേ, അതിൻ്റെ കണ്ടിന്യൂഷനാണേ. മുപ്പാരിനുടയോനെ മുപ്പാരിനുടയോനെ മുകിൽ വർണ്ണനേ നിൻ എന്നാണ് അവിടെ ഒരു സംഗതി കൊടുത്തിട്ടുണ്ട്. മുപ്പാരിനുടയോനെ എന്നാണ് ഫസ്റ്റ് എടുക്കേണ്ടത്. മുപ്പാരിനുടയോനെ മുകിൽ വർണ്ണനേ നിൻ എന്നാണ്. അത്രയും സംഗതി അവിടെ കൊടുത്തിട്ടുണ്ട് കേട്ടോ. മുപ്പാരിനുടയോനെ മുകിൽ വർണ്ണനേ നിൻ തൃപ്പാദ പങ്കജം. അവിടെ തൃപ്പാദ പങ്കജം കൈ തൊഴും നീൻ. കൈ എന്നെടുക്കണം അവിടെ. കൈ തൊഴും നീൻ. തൊഴും നീൻ എന്നുള്ളതും പ്ലെയിൻ അല്ല അവിടെ. കൈ തൊഴും നീൻ എന്നവിടെ എടുക്കുന്നുണ്ട് കേട്ടോ. ഇനി അടുത്തത് വരുന്നത് തൃപ്പാദ പങ്കജം കൈ തൊഴും നീൻ എന്നാണ്. തൃപ്പാദ പങ്കജം കൈ തൊഴും നീൻ. അപ്പം അത്രയും വരികളൊന്ന് നോക്കിക്കേ. ഇപ്പം നമ്മൾ പാടിയ ആ 2 വരികൾ കേട്ടോ. മുപ്പാരിനുടയോനെ മുകിൽ വർണ്ണനേ നിൻ തൃപ്പാദ പങ്കജം കൈ തൊഴും നീൻ. തൃപ്പാദ പങ്കജം കൈ തൊഴും നീൻ. ക്ലിയർ ആയോ? ഇനി അടുത്ത വരി നോക്കിക്കേ. ഉടൽ തന്നതും അതിൽ ഉയിർ തന്നതും നീ എന്താണ്? ഉടൽ തന്നതും അതിൽ ഉയിർ തന്നതും നീ. ക്ലിയർ ആയോ? ഉടൽ തന്നതും എന്നെടുക്കണം ആദ്യം. ഉടൽ തന്നതും എങ്ങനെയാണ്? ഉടൽ തന്നതും അതിൽ ഉയിർ തന്നതും നീ. അതിൽ ഉയിർ തന്നതും നീ. ഒരുമിച്ച് പാടി വയ്ക്കേ. ഉടൽ തന്നതും അതിൽ ഉയിർ തന്നതും നീ. ക്ലിയർ ആയോ? നെക്സ്റ്റ് ലൈൻ. ഉണ്ണാനുടുക്കുവാനേകുന്നതും നീ എന്നാണ്. ഉണ്ണാനുടുക്കുവാൻ എന്നെടുക്കണേ. ഉണ്ണാനുടുക്കുവാൻ വാൻ. ക്ലിയർ ആയോ? ആ ഉണ്ണാനുടുക്കുവാൻ എന്നുള്ളിടത്തുള്ള കുറച്ച് സംഗതികളാണ് ഞാൻ പറഞ്ഞത്. ഉണ്ണാനുടുക്കുവാൻ എന്നെടുക്കണം. ഏകുന്നതും നീ. അവിടെ നോക്കിക്കേ. ഏകുന്നതും എന്നെടുക്കണം. ഏകുന്നതും നീ. ക്ലിയർ ആയോ? ഉണ്ണാനുടുക്കുവാനേകുന്നതും നീ എന്നാണ്. രണ്ടും ഒരുമിച്ചൊന്ന് പാടിക്കേ. ഉടൽ തന്നതും
അതിൽ ഉയിർ തന്നതും നീ, ഉണ്ണാനൊടുക്കുവാനേകുന്നതും നീ. അത് തന്നെ റിപ്പീറ്റ് ചെയ്യുന്നുണ്ട്. അപ്പോൾ ആ റിപ്പീറ്റ് ചെയ്യുന്ന സമയത്ത് ചെറിയ വ്യത്യാസം എന്നൊന്നും പറയാനില്ല. അതായത് ആ എൻഡിങ്ങിൽ ഉടൽ തന്നതും അതിൽ ഉയിർ തന്നതും നീ അവിടെ ആദ്യം നമ്മൾ നീ എന്നുള്ളത് പ്ലെയിൻ ആയിട്ടായിരുന്നു അവിടെ കൊടുത്തിട്ടുണ്ടായിരുന്നത്. ഇപ്പം നമ്മൾ അതൊന്നിങ്ങനെ വലിച്ചിടുന്നുണ്ട്. നീ ഉണ്ണാനൊടുക്കുവാനേകുന്നതും നീ എന്ന് പാടുന്നുണ്ട് കേട്ടോ. ഇനി അടുത്ത വരി നോക്കൂ. കരയിപ്പതും കണ്ണീരൊപ്പുന്നതും നീ എന്നാ വരുന്നത് അടുത്ത വരി. ഇതെല്ലാം ഈ ഒരു വരികളൊക്കെ ഞാൻ ഒരുമിച്ചൊന്ന് പാടിത്തരാം കേട്ടോ. ആദ്യം നിങ്ങൾ ഇതൊന്ന് പഠിക്കണേ. ഓക്കെ. കരയിപ്പതും എന്നാണ്. കരയിപ്പതും ക്ലിയർ ആയോ? ആ ഈ എന്നുള്ളത് ജസ്റ്റ് ഒന്ന് കണ്ടോ? ഈ ആ ജസ്റ്റ് ഒന്ന് നമ്മളൊന്നിങ്ങനെ ഒന്ന് വൈബ്രേറ്റ് ചെയ്ത് കൊടുക്കണം. കണ്ടോ? കരയിപ്പതും എന്നെടുക്കണം. കരയിപ്പതും കണ്ണീരൊപ്പുന്നതും, കരയിപ്പതും കണ്ണീരൊപ്പുന്നതും അവിടെ കണ്ണീരൊപ്പുന്ന കരയിപ്പതും കണ്ണീരൊപ്പുന്നതും നീ അവിടെ വരുന്ന സംഗതി. കണ്ണീരൊപ്പുന്നതും അവിടെ ആ സംഗതിയാണ് വരുന്നത് കേട്ടോ. പുന്നതും നീ, കണ്ണീരൊപ്പുന്നതും നീ. ഇങ്ങനെയാണ്. കരയിപ്പതും കണ്ണീരൊപ്പുന്നതും നീ. ക്ലിയർ ആയോ? ശിക്ഷിപ്പതും കാത്തുരക്ഷിപ്പതും നീ, കരയിപ്പതും അങ്ങനെ വരും. അപ്പൊ ശിക്ഷിപ്പതും കാത്തുരക്ഷിപ്പതും നീ എന്നാണ്. ശിക്ഷിപ്പതും കാത്തുരക്ഷിപ്പതും നീ. ക്ലിയർ ആയോ? ശിക്ഷിപ്പതും കാത്തുരക്ഷിപ്പതും നീ, രക്ഷിപ്പതും നീ എന്നാണ്. ഇത് രണ്ടാമത് പാടുന്നതിൽ ചെറിയൊരു വ്യത്യാസം വരുന്നുണ്ട്. അതായത് കരയിപ്പതും കണ്ണീരൊപ്പുന്നതും നീ എന്നാണ് എടുക്കുന്നത്. ഫസ്റ്റ് പാടിയതിലും ചെറിയൊരു വ്യത്യാസം. കരയിപ്പതും കണ്ണീരൊപ്പുന്നതും നീ, കണ്ണീരൊപ്പുന്നതും നീ എന്നാണ്. കണ്ണീരൊപ്പുന്നതും നീ, തുന്നി ആന കണ്ണീരൊപ്പുന്നതും നീ എന്ന് പാടണം. അവിടെ ആ ഒരു വ്യത്യാസം വരുന്നുണ്ട്. അടുത്ത വരി അതുപോലെ തന്നെയാണ്. ശിക്ഷിപ്പതും കാത്തുരക്ഷിപ്പതും നീ എന്നാണ്. ഇനി അടുത്ത വരി നോക്കൂ. ചിത്രം വിചിത്രം നിൻ ലീലകൾ കണ്ണായത്ര വിചിത്രം നിൻ കൽപ്പിതങ്ങൾ എന്നാണ്. അവിടെ നോക്കിക്കേ. ചിത്രം വിചിത്രം എന്നാണ്. ചിത്രം വിചിത്രം നിൻ. ക്ലിയർ ആയോ? ചിത്രം വിചിത്രം നിൻ ലീലകൾ കണ്ണാ എന്താണ് വിളിക്കുന്നത് കേട്ടോ. ചിത്രം വിചിത്രം നിൻ ലീലകൾ കണ്ണാ എത്ര വിചിത്രം നിൻ. ഓക്കെ. എത്ര വിചിത്രം
വിചിത്രം എത്ര വിചിത്രം നിൻ നിൻ എന്നുണ്ട് കേട്ടോ. ഒന്ന് പുഷ് ചെയ്യുന്നുണ്ട് അവിടെ. നിൻ കൽപ്പിതങ്ങൾ, അവിടെയൊക്കെ ജസ്റ്റ് പുഷ് ചെയ്താ പോകുന്നത്. കൽപ്പിതങ്ങൾ എന്നാണ് പാടുന്നത്. അപ്പം അത്രയും വരികളൊന്ന് നോക്കിക്കേ. നമ്മളിപ്പോൾ പാടിയ ഉടൽ തന്നതും അതിൽ ഉയിർ തന്നതും നീ, ഉണ്ണാനൊടുക്കുവാൻ ഏകുന്നതും നീ. ഉടൽ തന്നതും അതിൽ ഉയിർ തന്നതും നീ, ഉണ്ണാനൊടുക്കുവാൻ ഏകുന്നതും നീ. കരയിപ്പതും കണ്ണീരൊപ്പുന്നതും നീ, ശിക്ഷിപ്പതും കാത്തുരക്ഷിപ്പതും നീ. കരയിപ്പതും കണ്ണീരൊപ്പുന്നതും നീ, ശിക്ഷിപ്പതും കാത്തുരക്ഷിപ്പതും നീ. ചിത്രം വിചിത്രം നിൻ ലീലകൾ കണ്ണാ, എത്ര വിചിത്രം നിൻ കൽപ്പിതങ്ങൾ എന്നാണ് കേട്ടോ. പിന്നെ അടുത്ത വരി വരുന്നത് നമ്മൾ നേരത്തെ പാടിയിട്ടുള്ളതാണ്. ഇത് മുപ്പാരിനുടയോനെ മുകിൽ വർണ്ണനേ നിൻ, തൃപ്പാദ പങ്കജം കൈ തൊഴും നീൻ. തൃപ്പാദ പങ്കജം കൈ തൊഴും നീൻ. അതുകൂടി ഇതിനകത്ത് വരുന്നുണ്ട് കേട്ടോ. അപ്പം ഇനി അടുത്ത ഭാഗം നോക്കി. നരനായതും നാരായണനായതും നീ, നാമജപങ്ങളിൽ പൊരുളായതും നീ എന്നാണ് വരുന്നത്. സെയിം അതേപോലെ തന്നെയാണ്. ഇപ്പം നിങ്ങൾക്ക് ഏകദേശം ആ ഒരു ട്യൂണൊക്കെ പിടി കിട്ടിയിട്ടുണ്ടാവുമല്ലോ അല്ലേ. നോക്കിയേ, നരനായതും നാരായണനായതും നീ. ക്ലിയർ ആയോ? നാരായണനായതും എന്നെടുക്കണം അവിടെ. പിന്നെ നാരായണനായതും എന്നെടുക്കണം. നോക്കിയേ, രണ്ടും കൂടി കൂട്ടി പാടുകേ. നാരായണനായതും നാരായണനായതും നീ, നാമജപങ്ങളിൽ അവിടെ നാമജപങ്ങളിൽ എന്നാണ്. നാമജപങ്ങളിൽ പൊരുളായതും നീ എന്നാണ്. പൊരുളായ പൊരുളായതും നീ, പൊരുളായതും നീ എന്നാണ്. പിന്നെ അത് റിപ്പീറ്റ് ചെയ്യുമ്പോൾ നരനായതും നാരായണനായതും എൻ, നീ എന്നുള്ളത് എൻ എന്നാവും. എൻ നാമജപങ്ങളിൽ പൊരുളായതും നീ എന്നാണ് വരുന്നത് കേട്ടോ. നെക്സ്റ്റ് ടൈം നോക്കിക്കേ. അലിവായതിന്നിൽ ഇന്നുരുവായതും നീ എന്നാണ് അടുത്ത വരി വരുന്നത്. അലിവായതിന്നിൽ ഇന്നുരുവായതും നീ എന്നാണ്. അലിവായതിന്നിൽ ഇന്നുരുവായതും നീ, അറിവായതും ഇന്നും അറിയാത്തതും നീ. അറിവായതും ഇന്നും അറിയാത്തതും നീ എന്നാണ്. അറിവായതും ഇന്നും അറിയാത്തതും നീ നടക്കണേ അവിടെ. പിന്നെ അതൊന്നുകൂടെ റിപ്പീറ്റ് ചെയ്യുന്നുണ്ട്. അലിവായതിന്നിൽ ഇന്നുരുവായതും നീ, അവിടെ വ്യത്യാസം വരുന്നുണ്ട് കേട്ടോ. രണ്ടാമത് നമ്മളത് റിപ്പീറ്റ് ചെയ്യുന്ന സമയത്താണ് ആ വ്യത്യാസം വരുന്നത്. അലിവായതിന്നിൽ
വിചിത്രം നിൻ ലീലകൾ കണ്ണാ, എത്ര വിചിത്രം നിൻ കൽപ്പിതങ്ങൾ എന്നാണ് അവിടെ കേട്ടോ. ഇനി അതിൻ്റെ അടുത്ത ഭാഗം ഇത് തന്നെ, അതിൻ്റെ ബാക്കിയായിട്ട് വരുന്നുണ്ട്. മുപ്പാരിലുടയോനെ മുകിൽ വർണ്ണനേ നിൻ തൃപ്പാദ പങ്കജം കൈ തൊഴും നീ, തൃപ്പാദ പങ്കജം കൈ തൊഴും നീ, ഇങ്ങനെ കൊടുക്കുന്നുണ്ട്. ഓക്കെ, അപ്പം ആ ഭാഗങ്ങളെല്ലാം ഇതിൻ്റെ കൂടെ പാടണം കേട്ടോ. ഈ ലാസ്റ്റ് ഭാഗത്ത് ഇതെല്ലാം കൊടുക്കുന്നുണ്ട്, എല്ലാം കൂടി കൂട്ടിയിട്ടാണ് നമ്മളത് പാടുന്നത് കേട്ടോ. ഇനി അതിൻ്റെ അവസാന ഭാഗത്ത് നോക്കിക്കേ. പിന്നെ നമ്മളെ ചാനൽ നിങ്ങൾ ഇഷ്ടപ്പെട്ടാൽ തീർച്ചയായിട്ടും ഒന്ന് ലൈക്ക് ചെയ്യാൻ മറന്നു പോകരുത്. അതുപോലെ നിങ്ങളെ കമൻസ്, അതെനിക്ക് ഭയങ്കര സന്തോഷം തരുന്നതാണ്. അത് എന്തായാലും നിങ്ങൾ എന്തെങ്കിലും ഒരു കമൻറ്റ് എഴുതിയിടണം കേട്ടോ താഴെ, ഇത് കണ്ടിട്ട് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാൽ. ഓക്കെ, അതുപോലെ നമ്മളെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ, മറന്നു പോകരുത്. പിന്നെ ഷെയർ ചെയ്യുക കേട്ടോ എല്ലാവരിലേക്കും. ഓക്കെ, നോക്കിക്കേ, ലാസ്റ്റ് അവസാന ഭാഗമാണ് പാടുന്നത്. കുറച്ച് സ്പീഡിലാണേ, നോക്കണേ. ശ്രീധര മാധവ ഗോപിക വല്ലഭ എന്നെടുക്കുന്നുണ്ട്. മുഴുവനായിട്ട് ഞാൻ പാടിത്തരാം കേട്ടോ. ആദ്യം ഇതൊന്ന് ശ്രദ്ധിക്കണേ. ശ്രീധര മാധവ ഗോപിക വല്ലഭ എന്നാണ് പാടുന്നത്. ശ്രീധര മാധവ ഗോപിക വല്ലഭ ചാരുമൂർത്തേ ചാരുമൂർത്തേ ഹരേ പാലയ മാം എന്നാണ്. ചാരുമൂർത്തേ ഹരേ പാലയ മാം ദേവകീ നന്ദന ദേവകീ നന്ദന രുക്മിണി നായക രുക്മിണി നായക ഭൂമിപതേ സദാ പാലയ മാം എന്നാണ് പാടുന്നത്. അപ്പോൾ ശ്രുതി ചേർത്ത് നന്നായി പാടണേ. ഒരുമിച്ച് പാടി നോക്കൂ. ശ്രീധര മാധവ ഗോപിക വല്ലഭ ചാരുമൂർത്തേ ഹരേ പാലയ മാം ദേവകീ നന്ദന രുക്മിണി നായക ഭൂമിപതേ സദാ പാലയ മാം എന്നാണ്. അത് 2 പ്രാവശ്യം പാടുന്നുണ്ട് കേട്ടോ. ഇവിടെ പാടി വെക്കാം. ശ്രീധര മാധവ ഗോപിക വല്ലഭ ചാരുമൂർത്തേ ഹരേ പാലയ മാം ദേവകീ നന്ദന രുക്മിണി നായക ഭൂമിപതേ സദാ പാലയ മാം. ഇങ്ങനെ 2 പ്രാവശ്യം പാടിയിട്ടാണ് ഈ പാട്ട് അവസാനിക്കുന്നത് കേട്ടോ. ഈ പാട്ട് ഷഹാന രാഗത്തിലാണ് കമ്പോസ് ചെയ്തിട്ടുള്ളത് കേട്ടോ. അപ്പം നമുക്കിത് പാടുമ്പോൾ പെട്ടെന്ന് എന്താ തോന്നിയത്? ഒരു പരിഭവം പരാതികളൊക്കെ പറയുന്ന ആ ഒരു മൂഡാണ് തോന്നുന്നത് അല്ലേ? സാധാരണ ഈ ഒരു രാഗത്തിന് ആ ഒരു മൂഡാണ് ഉണ്ടാവുക. ഏത് പരിഭവങ്ങളും പരാതികളും ഒക്കെ പറയുന്ന ആ ഒരു മൂഡ്, മനസ്സിലായോ? അതാണ് ഷഹാന രാഗത്തിൽ നമുക്ക് കാണാൻ കഴിയുന്നത് കേട്ടോ. അപ്പം നമുക്ക് പെട്ടെന്ന് ഏത് സിനിമ പാട്ടാ ഓർമ്മ വന്നേ? എന്നോടെന്തിനീ പിണക്കം എന്നുമെന്തിനാണെന്നോടു പരിഭവം അല്ലേ? ഇനി ഏതാണ്? വേറെ ഏതാ പാട്ട് ഓർമ്മ വരുന്നത്? നിങ്ങൾ തന്നെ ആലോചിച്ച് നോക്കണം. ഇങ്ങനെ പാടി നോക്കുമ്പോൾ തന്നെ നമുക്ക് പാട്ടുകൾ വരും. ഏത് പാട്ടാണ് നോക്കിക്കേ. താമരപ്പൂവിൽ വാഴും ദേവിയല്ലോ നീ, പൂനിലാക്കടവിൽ പൂക്കും പുണ്യമല്ലോ നീ. ഇത് ഷഹാന രാഗത്തിലാണ്. പിന്നെ ഏത് പാട്ടാണ്? പിന്നെ ഒരു പഴയ പാട്ടിൻ്റെ പല്ലവി വരുന്നുണ്ട്. സ്വപ്നങ്ങളെ സ്വപ്നങ്ങളെ നിങ്ങൾ സ്വർഗകുമാരികളല്ലോ. ആ പാട്ട് വരുന്നുണ്ട്. അത് ഷഹാന രാഗത്തിലാണ്. അപ്പോൾ അതിൻ്റെ ബാക്കി ഭാഗങ്ങളൊക്കെ വേറെ വേറെ രാഗത്തിലാണ്, പക്ഷെ അതിൻ്റെ പല്ലവി വരുന്നത് ഷഹാന രാഗത്തിലാണ്. അപ്പോൾ ഈ ഒരു രാഗം എന്താണ് എന്നുള്ളത് ഏകദേശം ക്ലിയർ ആയല്ലോ. അപ്പോൾ അതേപോലെ തന്നെയാണ് ആ ഒരു മൂഡ് നമ്മൾ ഈ പാട്ടിൽ നന്നായിട്ട് നമുക്ക് കാണാം. ചെന്താർമിഴി പൂന്തേൻ മൊഴി കണ്ണീനു കണ്ണാമിൻ കൺമണി, ഈ പാട്ട് വരുന്നത്. അപ്പം നിങ്ങൾ വിഷുവിന് പടക്കം പൊട്ടിക്കുകയും പൂത്തിരി കത്തിക്കുകയും ഒക്കെ ചെയ്യുന്നതിൻ്റെ ഇടയിൽ
നല്ല നല്ല പാട്ടുകൾ കൂടി പാടാൻ വേണ്ടിയിട്ട് നോക്കണം കേട്ടോ. അതൊക്കെ പടക്ക പൊട്ടിക്കൽ, പുത്തിരി കത്തിക്കൽ ഇതൊക്കെ കഴിഞ്ഞ് കഴിഞ്ഞിട്ട് എല്ലാവരും ഇരുന്നിട്ട് നല്ല നല്ല പാട്ടുകളൊക്കെ പാടി നോക്കൂ. നല്ല രസമായിരിക്കും. ഓക്കെ, അപ്പം നല്ലൊരു വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം കേട്ടോ. നന്ദി, നമസ്കാരം.